എനിക്കെന്താ പണി? അപ്പൊ ഞങ്ങളൊക്കെ കിടക്ക പിന്നെ എന്തെങ്കിലുമൊക്കെ മധുരമുള്ളത് കഴിക്കാനൊരു കൊതി. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ കുറേ ദിവസമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് വിചാരിച്ചു നമുക്കിന്ന് പായസം ഉണ്ടാക്കാം കേട്ടോ. അധികം പായസം ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അപ്പം സിമ്പിളായിട്ടുള്ള പായസം പറയുമ്പോൾ എപ്പോഴും സേമിയ പായസമാണല്ലോ. നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് എന്താ പറയുക, എന്ത് പായസം തന്നെ ഒരു ചെറുപയർ പരിപ്പ് പായസം വെച്ച് നല്ല രീതിക്ക് തന്നെ അത് കുളമായിനി. അതുകൊണ്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു സൂപ്പർനോവേൻ്റെ പായസം മിക്സ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കാനുണ്ട്. ഇത് ഈ ഒരു ഫുൾ പാക്കറ്റിന് 1000 മില്ലി മിൽക്ക് വിത്ത് 2 കപ്പ് വാട്ടർ ആണ് കണക്ക്. അപ്പോൾ നമ്മളിവിടെ പകുതി 500 മില്ലി മിൽക്ക് 1 കപ്പ് വാട്ടറും വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റായി വരുന്നതാണ് തോന്നുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ ഇവന് ഉറങ്ങുന്ന ധൈര്യത്തിലാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ നിന്നേനെ. അപ്പോൾ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഉറക്കപ്പിച്ചാണ് കേട്ടോ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. ഇവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പായസം ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോ എത്രത്തോളം എടുക്കാമെന്നറിയില്ല. യെസ്, അടിപൊളി. കാട്ടിക്കൊടുക്ക എന്തൊക്കെയാണ് അതിനുള്ളിൽ. അങ്ങനെ ഒരു പാക്കറ്റ് ഉണ്ട് അല്ലേ. എന്താ മുഖത്തൊക്കെ അതിനും ഇതെന്താ ഓനും കണ്ടോട്ടെ, നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പായസം മിക്സിൻ്റെ പാക്കറ്റിൽ ഇങ്ങനൊരു സാധനമാണ് വരുന്നത്. ഇത് പാല് തിളപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. വെന്ത് വരുമ്പോൾ കുറച്ച് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആരെയും വീഡിയോ ആണെങ്കിൽ ലാഗാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്താ ചെയ്യണേ? ചിത്രം വരക്ക്. മായ്ച്ച് ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 2 പാക്കറ്റ് പാൽ വേണ്ടി വരും. 1000 മില്ലി പാലും അതിലോട്ട് 2 കപ്പ് വെള്ളവും ആഡ് ചെയ്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് ഈ ഒരു പായസം മിക്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിലോട്ട് ഒരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ സംഗതി റെഡിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഷുഗർ പോലും ആഡ് ചെയ്യുന്ന ആവശ്യമില്ല, അതുകൂടി അതിലുണ്ട്. പിന്നെ നല്ല ഏലക്കായൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഇവിടെയൊക്കെ ഞങ്ങൾ പറയുന്നത് സാബുനരി എന്നിട്ട് എൻ്റെ വീട്ടിൽ അമ്മച്ചൊക്കെ പറയില്ല, അതിൻ്റെ പേര് തന്നെയൊക്കെയെന്ന് വിചാരിക്കുന്നത്. അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നല്ലൊരു അടിപൊളി പായസം. അപ്പോൾ പായസം ഉണ്ടാക്കാനൊന്നും അറിയാത്തവർ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ആർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് പായസം ഉണ്ടാക്കിയ വീഡിയോ. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഫൈസി അവിടെ ഇരുന്ന് ചിത്രം വരെ ചെയ്യുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവൻ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓൻ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കണമെന്നല്ല, അതിന് ഓരോ വിളവേക്കാരം ഒരു പ്രകൃതി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ നല്ല കുട്ടിയായി നിന്ന്. പിന്നെ മറ്റത് ചെറുത് ഫുൾ ടൈം അതിൻ്റെ കവറുമ്മലേന് കേട്ടോ, പായസത്തിൻ്റെ കവറുമ്മല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പോലെ ടൈം തീരെ ഇല്ലാത്തവർക്കൊക്കെ, ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പെട്ടെന്ന് പായസം റെഡി. മറ്റേ കുറേ പണിയല്ലേ. ഇതാണ് നോക്കട്ടെ, കുറുക്കൻ. ഓ സൂപ്പർ. ഇതെന്താ കുറുക്കൻ തന്നെയല്ലേ? ആര് വരച്ചത്?
പിന്നെ ഈ ഒരു പായസം റെഡിയായാൽ ലാസ്റ്റ് ഞാൻ അതിലോട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഇവിടെ പോയി നിൽക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്തിരുന്നു കേട്ടോ. അത് വരക്കണേ ഇതാണ് സൂര്യൻ. എന്താ വരക്കണത്? സൂര്യനെ വരക്കുക അല്ലേ? ഒരു പൂച്ചനെ വരച്ചാൽ നോക്കട്ടെ. സൂത്രശേരുവിനെ വരച്ചോ. അപ്പോൾ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്. ഇതിലോട്ട് പിന്നെ ഞാൻ നെയ്യ് ആഡ് ചെയ്തിരുന്നു. അത്രയൊക്കെയാണ്. ഇങ്ങനെ വെച്ചോ. ഗുഡ് ബോയ്. സൂപ്പർ ആട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങളിലോട്ട് എത്തുള്ളൂ. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ.